വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെ കുറിച്ച് ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടായി. അപ്പോ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിംസിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ലേ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയുള്ളൂ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നത് അർത്ഥം വരുന്നത്? ടീച്ചർ വിശ്വസിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്ന്? ഏത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത്? അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുന്നു, പിന്നെ നമ്മൾ ഇതിനെ വിശ്വസിക്കണം? കേട്ടിരുന്നോ? പ്രതികരണം കേട്ടിരുന്നു? ഞാനത് നേരിട്ട് കേട്ടിട്ടില്ല. നേരിട്ട് കേട്ടാൽ തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ നേരിട്ട് എന്റെ ചെവി കൊണ്ട് കേട്ടില്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ മറ്റാരെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ മാത്രം. മലപ്പുറം ജില്ലയിലെ EMSന്റെ ഏലംകുളം മന. അത് തിരിച്ച് വെള്ളാപ്പള്ളിയോട് നമ്മൾ പറഞ്ഞു. അതെ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ മലപ്പുറത്തുണ്ടായ ചില പ്രശ്നങ്ങൾ, എന്റെ സ്കൂളുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ മുസ്ലിം ജനസമൂഹത്തെ അല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെയാണ് എന്ന് പറയുമ്പോൾ അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിങ്ങളെ മുഴുവനാണെന്ന് പറയേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താ? ഇത്ര നിഷ്കളങ്കമായി ഇതിനെ കാണാതിരിക്കും. ഒന്നാമത്തെ കാര്യം, നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു ആഹ്വാനം തന്നെയും മുസ്ലിം വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് നസ്രാണി വിഭാഗത്തെ കൂടെ ചേർക്കാൻ തീരുമാനിച്ചത്? അല്ല, അദ്ദേഹത്തിന്റെ വാചകമാണ് അവരെ പേടിക്കണ്ടേ എന്നൊരു വാചകം പറയുന്നു. അവരെ എന്ന് പറയുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളി അത്ര നിഷ്കളങ്കമായി മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത്. നമ്മുടെ നാട് നല്ല സൗഹാർദ്ദമുള്ള നാടാണ്.